ബാക്കിയുള്ള പിള്ളേരെ അപേക്ഷിച്ച് എനിക്ക് ഈ കാർട്ടൂണിനോടൊക്കെയുള്ള വട്ടൊക്കെ മാറാൻ കുറച്ചധികം സമയമെടുത്തു. കാർട്ടൂൺ നെറ്റ്വർക്കിലും നിക്കലോഡിയൻസിലൊക്കെ വന്നുകൊണ്ടിരുന്ന ആ പഴയ ക്ലാസിക് ഷോസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴത്തെ ഒരു തമാശ എന്താന്ന് വെച്ചാൽ, ഏതെങ്കിലും നൊസ്റ്റാൾജിയ ബ്ലോഗൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം എല്ലാവരും പണ്ടേ ഭയങ്കര കാർട്ടൂൺ പ്രേമികളാണെന്ന് നടിക്കുന്നത്. പക്ഷെ എനിക്ക് ഉറപ്പാണ് ആ സമയത്തൊക്കെ ഇവർ കൂളാവാൻ വേണ്ടി എനിക്ക് കാർട്ടൂൺസ് ഒന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് നടന്നവരായിരിക്കും. എൻ്റെ ഈ താല്പര്യം ഹൈസ്കൂളിൻ്റെ ആദ്യത്തെ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. IT ക്ലാസ്സിൽ ബോറടിച്ചിരിക്കുമ്പോൾ എല്ലാവരും MS പെയിൻ്റ് ഒക്കെ വെച്ച് എന്തെങ്കിലും വരച്ചോ അല്ലെങ്കിൽ ഫ്ലാഷ് ഗെയിംസ് കളിച്ചോ ഇരിക്കുമായിരിക്കും. ഞങ്ങൾക്ക് കിട്ടിയ ടീച്ചേഴ്സൊന്നും ഞങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് നോക്കാറില്ലായിരുന്നു. വർക്ക് കംപ്ലീറ്റ് ആക്കിയാൽ മതി. അന്ന് ഞാൻ മെയിനായിട്ട് കണ്ടിരുന്നത് ബാറ്റ്മാൻ ദി ആനിമേറ്റഡ് സീരീസ് ആയിരുന്നു. ഒരു ദിവസം ഞാൻ ബോറടിച്ചപ്പോൾ സെർച്ച് എഞ്ചിനിൽ ഇതിനെപ്പറ്റി ഓരോന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി. ആദ്യം ബാറ്റ്മാൻ ദി ആനിമേറ്റഡ് സീരീസ് ട്രിവിയ എന്നടിച്ചു കൊടുത്തു. അപ്പോൾ ഷോയെക്കുറിച്ച് ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾ കിട്ടി. പിന്നെ അതിൻ്റെ മേക്കിങ്ങും ബിഹൈൻഡ് ദ സീൻസും ഒക്കെ വായിച്ചു. അങ്ങനെ ഞാൻ ഈ ഷോയെക്കുറിച്ച് ഫാൻസൊക്കെ എന്ത് പറയുന്നു എന്നറിയാൻ വേണ്ടി ഫാൻ സൈറ്റുകളൊക്കെ കയറി നോക്കാമെന്ന് വിചാരിച്ചു. ചില ബ്ലോഗിലൊക്കെ ഫാൻ ഫിക്ഷൻസും തിയറികളൊക്കെ കണ്ടു. അങ്ങനെ ഈ സെർച്ച് പേജുകളൊക്കെ ഒന്നൊന്നായി മറിച്ച് ഞാൻ മുന്നോട്ട് പോയി. ഞാൻ വെറുതെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകുമ്പോഴാണ് ഒരു സാധാരണ പേജ് കണ്ണിപ്പെട്ടത്. അവർക്ക് ആ ഷോ എത്ര ഇഷ്ടമാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതൊക്കെ നോക്കിയിരുന്നപ്പോൾ പെട്ടെന്നൊരു പോപ്പപ്പ് വന്നു. യു ഹാവ് ബീൻ സെലക്ടഡ് ഫോർ എ ചാൻസ് ടു വിൻ $100,000. സത്യം പറഞ്ഞ വീട്ടുകാരൊക്കെ എപ്പോഴും ഒരു മുന്നറിയിപ്പ് തരാറുണ്ട്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കണ്ടാൽ വിശ്വസിക്കരുതെന്ന്. പക്ഷെ ആ പ്രായത്തിൽ എനിക്ക് തോന്നി എനിക്കെന്തോ വലിയ ലക്കടിക്കാൻ പോവാന്ന്. ഞാൻ പേടിച്ച് അതിൽ പോയി ക്ലിക്ക് ചെയ്തു. അതൊരു ക്വസ്റ്റ്യനെയർ ആയിരുന്നു. ആദ്യത്തെ ചോദ്യം ബാറ്റ്മാനെ കുറിച്ചുള്ളൊരു സിമ്പിൾ ചോദ്യമായിരുന്നു. ആ സമയത്ത് ഞാൻ ബാറ്റ്മാൻ്റെ വലിയ ഫാനും കുറെ വായിച്ച് പഠിച്ചതുകൊണ്ടൊക്കെ പെട്ടെന്ന് തന്നെ ഞാൻ അതിന് ആൻസർ കൊടുത്തു. ആൻസർ കറക്റ്റും ആയിരുന്നു. കറക്റ്റ് എന്ന മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത എക്സൈറ്റ്മെന്റ് കൂടി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് തന്നെ, ഞാൻ ഇനി ലക്ഷപ്രഭു ആവും. മനസ്സിലിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ചോദ്യം തെളിഞ്ഞു വന്നത്. വാട്ട് ഈസ് യുവർ നെയിം? സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഇന്റർനെറ്റിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കരുതെന്ന് വീട്ടുകാർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. ക്ലാസ് കഴിയാറായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമായിരുന്നു. ഞാനിത് ഫീൽ ചെയ്താൽ ചിലപ്പോൾ പണി കിട്ടും, ഇനി ചെയ്തില്ലെങ്കിൽ വലിയൊരു ചാൻസ് മിസ്സാവുകയും ചെയ്യും. ആകെ ഒരു പാനിക്കിൽ ഞാൻ ക്ലാസ്സിൽ ചുറ്റും നോക്കി. അപ്പോഴാണ് എനിക്ക് ആ ബുദ്ധി തോന്നിയത്, വേറെ ആരുടെയെങ്കിലും പേര് കൊടുത്താലോ. അത് ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ നോക്കി. ഇത് സത്യമാണെങ്കിൽ അവൻ പൈസ എനിക്ക് ഷെയർ ചെയ്യും. പക്ഷേ ഇനി വല്ല കുഴപ്പമുണ്ടായാൽ അവനെ ചതിച്ചതുപോലെ ആവില്ലേ എന്നോർത്ത് എനിക്ക് പേടിയായി. ഇനിയിപ്പോൾ ഇതൊക്കെ ഫേക്ക് ആണെന്ന് അറിഞ്ഞാൽ അവൻ എന്നെ കളിയാക്കുമെന്നും എനിക്ക് പേടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ക്ലാസ്സിലെ ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന ആ തടിയൻ പീറ്റിനെ നോക്കി. അവൻ ഈ സ്കൂളിലെ മെയിൻ ബുള്ളിയാണ്. എന്തെങ്കിലും സീൻ ഉണ്ടായാൽ അവന് പണി കിട്ടുന്നതിൽ എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. കാരണം അവൻ ഈ സ്കൂളിൽ കാണിച്ചു കൂട്ടിയതിന് അവന് കിട്ടേണ്ട ശിക്ഷ തന്നെയാണെന്ന് ഞാൻ കരുതി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അവന് പൈസ കിട്ടിയാൽ അവനത് ഒറ്റയ്ക്ക് അടിച്ചു മാറ്റും, എനിക്കൊന്നും തരില്ല. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ബ്രേക്കിന് വേണ്ടി പിള്ളേരൊക്കെ സാധനങ്ങൾ ബാഗിലെടുത്ത് വയ്ക്കാൻ തുടങ്ങി. അപ്പോഴാണ് എൻ്റെ മൈൻഡിൽ ആ പേര് വന്നത്, ഡെക്സ്റ്റർ. അവൻ ക്ലാസ്സിലെ ഒരു പാവം നേർഡാണ്. എല്ലാവരും അവനെ പോയിന്റ് ഡെക്സ്റ്റർ എന്ന് വിളിച്ച് കളിയാക്കാറുമുണ്ട്. അവനാകെ പാവമായതുകൊണ്ട് അവന് പൈസ കിട്ടിയാൽ എനിക്ക് ഈസിയായി അവനെ കയ്യിലെടുത്ത് ആ പൈസ ഡിവൈഡ് ചെയ്യാം. ഇനി എന്തെങ്കിലും സീനായാൽ എനിക്ക് സുഖമായി കൈ കഴുകുകയും ചെയ്യാം. ഞാനും അവനും തമ്മിൽ അത്ര വലിയ ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും എന്നെ സംശയിക്കില്ല. അതായിരുന്നു പെർഫെക്റ്റ് ചോയ്സ്. ഞാൻ വേഗം അവൻ്റെ പേര് ടൈപ്പ് ചെയ്തു. അടുത്തത് അവൻ്റെ അഡ്രസ്സാണ് ചോദിച്ചത്. ഭാഗ്യത്തിന് അവൻ്റെ ബർത്ത്ഡേ പാർട്ടിയുടെ ഒരു ഫ്ലെയർ എൻ്റെ ബാഗിലുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ പാർട്ടിക്കൊന്നും ആരും പോയിട്ടുണ്ടായിരുന്നില്ല, അത്രയ്ക്കും ബോറായിരുന്നു അവൻ. ഞാൻ ആ പഴയ പേപ്പർ ബാഗിൽ നിന്നെടുത്ത് അഡ്രസ്സ് എല്ലാം ഫിൽ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ആ പോപ്പപ്പ് ജസ്റ്റ് താങ്ക്സ് എന്ന് പറഞ്ഞങ്ങ് ക്ലോസ് ആയി. സത്യം പറഞ്ഞാൽ വിചാരിച്ചത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല. എല്ലാവരും ലഞ്ചിന് ഇറങ്ങാൻ തുടങ്ങിയതുകൊണ്ട് ആരും സംശയിക്കാതിരിക്കാൻ ഞാൻ വേഗം സിസ്റ്റം ഓഫ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ആഴ്ചകൾ കഴിഞ്ഞു പോയി, പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ഞാൻ ഡെക്സ്റ്ററിനോട് ഇതിനെപ്പറ്റി ചോദിക്കാൻ പോയില്ല. കാരണം ഞാനൊരു മണ്ടത്തരത്തിൽ പോയി ചാടിയെന്ന് അവൻ അറിയണ്ടല്ലോ. അവൻ്റെ പെരുമാറ്റത്തിലും മാറ്റമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അവന് പൈസ ഒന്നും കിട്ടി കാണില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വെറുതെ പറ്റിക്കപ്പെട്ടതാണെന്ന് എനിക്ക് പതിയെ തോന്നി തുടങ്ങി. ഞാൻ ലഞ്ച് ടൈമിൽ അവനെ തന്നെ വാച്ച് ചെയ്യായിരുന്നു. അവന് സീക്രട്ടായിട്ട് വല്ല ലംസം പൈസയും കിട്ടിയോ എന്നറിയാൻ വല്ല ലക്ഷണം ഉണ്ടോ എന്ന് നോക്കി.
പക്ഷേ അവൻ പതിവ് പോലെ സിമ്പിൾ സാൻഡ്വിച്ചും ഒരു ചോക്ലേറ്റ് ബാറും ഒക്കെയാണ് കഴിച്ചിരുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തു, അവൻ ആകെ ഒരു വെപ്രാളത്തിലായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ഇടയ്ക്ക് പെട്ടെന്ന് തലയുയർത്തി കണ്ണുകൾ വിടർത്തി ചുറ്റും നോക്കും, എന്നിട്ട് പെട്ടെന്ന് തന്നെ തല താഴ്ത്തി വീണ്ടും കഴിക്കും. ബുള്ളീസ് ആരെങ്കിലും അവനെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ എന്ന് പേടിച്ചിട്ടാണെന്ന് ഞാൻ കരുതിയുള്ളൂ. കാരണം അവനൊരു എളുപ്പത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരാളായിരുന്നല്ലോ. 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ കൂടുതൽ നോട്ടീസബിൾ ആവാൻ തുടങ്ങി. പക്ഷെ നല്ല രീതിയിലല്ല. അവൻ്റെ ഗ്രേഡ്സ് ഒക്കെ കുറഞ്ഞു വന്നു. പോയിന്റ് ഡെക്സ്റ്റർ എന്ന് വെറുതെ വിളിക്കുന്നതല്ല, ടീച്ചേഴ്സിന് പോലും അറിയാത്ത കാര്യങ്ങൾ അറിയാവുന്ന അത്ര ബുദ്ധിമാനായിരുന്നു അവൻ. പക്ഷെ ഇപ്പോൾ അവൻ പഠനത്തിൽ ഒരുപാട് പിന്നിലായി. അവൻ്റെ സ്വഭാവം ആകെ എറാറ്റിക്കായി മാറി. ആരെങ്കിലും അവൻ്റെ അടുത്ത് കൂടി ഒന്ന് നടന്നാൽ പോലും അവൻ ദേഷ്യപ്പെടാൻ തുടങ്ങും. ഇടയ്ക്കിടെ അവൻ എല്ലാവരെയും പേടിപ്പിച്ചുകൊണ്ട് വെറുതെ നിലവിളിക്കാൻ തുടങ്ങും. ഇത് കണ്ട് ബാക്കിയുള്ള കുട്ടികൾക്കും എനിക്കും ഒക്കെ ഭയങ്കര ഡിസ്ട്രെസ് ആയി. ഇടയ്ക്കിടെ അവനെ സമാധാനിപ്പിക്കാൻ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയായി. ഇതെല്ലാം എൻ്റെ കുറ്റം കൊണ്ടാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ആ പോപ്പപ്പിൽ അവൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തതിന് ശേഷമാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ തുടങ്ങിയത്. ഞാൻ മെല്ലെ ഈ ബിഹേവിയറിനെ പറ്റി എൻ്റെ അമ്മയോട് ചോദിച്ചു. പക്ഷേ പോപ്പപ്പിൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അമ്മ എനിക്ക് ഒരു എക്സ്പ്ലനേഷൻ തന്നു. അവന് മൈൽഡ് ആയിട്ടുള്ളൊരു ഓട്ടിസം ഉണ്ടെന്നും അതുകൊണ്ട് അവൻ ഇടയ്ക്ക് ഇങ്ങനെ പെരുമാറുന്നു. ഓട്ടിസം സ്പെക്ട്രത്തിൻ്റെ ഒരു എഡ്ജിലായതുകൊണ്ട് സാധാരണ കുട്ടികൾ പോകുന്ന സ്കൂളിൽ അവനെ വിടാമെന്ന് അവൻ്റെ പാരൻസ് തീരുമാനിച്ചതാണ്. ഇതറിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു ആശ്വാസമായി. അപ്പോൾ ഇത് എൻ്റെ കുറ്റമല്ല എന്ന് വിചാരിച്ച് ഞാൻ ഉള്ളതുകൊണ്ട് ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ സമയം പോകുന്തോറും അവൻ്റെ അവസ്ഥ മോശമായി വന്നു. വിളറിയ മുഖവും കണ്ണിന് ചുറ്റും ഭയങ്കര ഡാർക്ക് സർക്കിൾസും പിന്നെ ഒരുപാട് എക്സോസ്റ്റഡും ആയിട്ടാണ് പിന്നെ ഞാൻ അവനെ കാണാൻ തുടങ്ങിയത്. എനിക്ക് പിന്നെ ആ പോപ്പപ്പിനെ കുറിച്ച് ആലോചിച്ച് സങ്കടം തോന്നിയില്ല. പകരം അവൻ്റെ പാരൻസിനെ ഓർത്ത് വിഷമം തോന്നി. അവസാനം അവൻ്റെ ബിഹേവിയർ ക്ലാസ്സിലൊട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലായി. ക്ലാസ്സിൽ കയറി 10 മിനിറ്റ് ആവുന്നതിന് മുന്നേ ഇവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കേണ്ടി വരുമായിരുന്നു. അവനെപ്പോഴും ആ ഭ്രാന്തമായ കണ്ണുകളോടെ ജനലിന് പുറത്തേക്ക് നോക്കിയിരിക്കും. എന്നിട്ട് പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങും. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ സ്കൂളിൽ വരുന്നത് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. ഞാൻ അച്ഛനോടും അമ്മയോടും ചോദിച്ചപ്പോൾ അവർക്ക് മറുപടി പറയാൻ ഒരു മടി പോലെ. മറ്റുള്ള കുട്ടികളോടും അവരുടെ പാരൻസ് ഒന്നും പറയുന്നുണ്ടായില്ല. എല്ലാവരും പറഞ്ഞത് അതൊന്നും ഓർത്ത് വെറി ചെയ്യേണ്ടെന്നാ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാ പാരൻസും ഒരേപോലെ പറയാൻ തുടങ്ങി, ഡെക്സ്റ്ററിനെ അവൻ്റെ കണ്ടീഷന് യോജിക്കുന്ന ഒരു സ്പെഷ്യൽ നീഡ്സ് സ്കൂളിലേക്ക് മാറ്റിയെന്ന്. ചില കുട്ടികൾ ഇതൊന്നും വിശ്വസിച്ചില്ലെങ്കിലും അവരത് സത്യമായിട്ട് അംഗീകരിച്ചു. പക്ഷേ ഇപ്പം ഞാനിത് പറയാൻ കാരണം റീസെൻ്റായിട്ട് എനിക്ക് ചില സത്യങ്ങൾ അറിയാൻ പറ്റി. അവൻ സ്കൂൾ മാറിയതല്ല, അവനെ ആരോ കിഡ്നാപ്പ് ചെയ്തതാണ്. അവൻ്റെ ബെഡിൽ ഒരു നോട്ടുണ്ടായിരുന്നു. അതിൽ കുത്തി വരച്ചതുപോലെ കഷ്ടിച്ച് വായിക്കാൻ പറ്റുന്നത് പോലെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഡെക്സ്റ്റർ ഈസ് എ ഗ്രീഡി ബോയ്. അങ്ങനെ ആവർത്തിച്ച് 3 വട്ടം. അവൻ മിസ്സായപ്പോൾ ടൗണിൽ ആരും അറിയാതെ ഒരു സൈലൻസ് സെർച്ച് നടത്തിയിരുന്നു. ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ഉപേക്ഷിക്കപ്പെട്ട ഗോഡൗണിലാണ് അവൻ്റെ ബോഡി കണ്ടെത്തിയത്. ഒരു ബാങ്കിൽ നിന്ന് ഈ അടുത്ത് മോഷ്ടിച്ച പണവും കോയിൻസും ഒക്കെ അവൻ്റെ ബോഡിയിൽ കുത്തി നിറച്ച് വെച്ചിരിക്കുമായിരുന്നു. അതിക്രൂരമായ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് അവരവനോട് ചെയ്തത്. അതൊന്നും ഞാനിവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. പിള്ളേർക്കിടയിൽ പേടിയും ട്രോമയും ഒന്നും ഉണ്ടാകാതിരിക്കാനാണ് അധികൃതർ ഇത് ഞങ്ങളുടെ അടുത്തുനിന്ന് ഹൈഡ് ചെയ്ത് വെച്ചത്. ഇതൊരു റാൻഡം കിഡ്നാപ്പിംഗ് അല്ലായിരുന്നു, ആരോ പ്ലാൻ ചെയ്തതാണ്. ഇതിൻ്റെ പിന്നിലെ മോട്ടീവ് എന്താണെന്ന് ആർക്കും അറിയില്ല, എനിക്കൊഴികെ. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് കൊല്ലപ്പെടാൻ കാരണം ഞാനാണ്.